ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പൂനെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോവാണ്. സോ നമ്മളിന്ന് FC റോഡ് നമ്മളിങ്ങനെ യൂട്യൂബിലും അവിടെയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ FC റോഡ് നല്ലൊരു ഷോപ്പിംഗ് സ്ഥലമാണെന്ന് തോന്നിട്ടോ. സോ വി ആർ ഗോയിങ് ടു FC റോഡ് പൂനെ. സോ ഇപ്പോൾ ഒരു വൈകുന്നേരം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം എന്നൊരു പ്ലാനോടെ നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഇനി നമുക്ക് ബസ്സിൽ പോകണം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സാണ് ഞങ്ങൾ കണ്ടത് ഗൂഗിൾ മാപ്പിൽ. എനിക്കറിയില്ല കേട്ടോ ടൈം നമ്മളെടുക്കും, ഇത്ര വണ്ടി കയറണം. വണ്ടി ഉണ്ടാവും, ബസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. ബൈ. അപ്പം നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ നേരെ മെട്രോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷൻ ഇവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി പിന്നെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് 2 സ്റ്റോപ്പ് മാറിയിട്ടായിരുന്നു നമുക്ക് പോകാനുണ്ടായിരുന്ന ആ ഒരു FC റോഡ്, ആ ഒരു ഷോപ്പിംഗ് സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ വന്നിട്ട് മെട്രോയിൽ കയറി. അങ്ങനെ ഒരു 10 മിനിറ്റിൽ നമ്മൾ അവിടെ സ്ഥലത്തെത്തിക്കാം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഒരുപാട് ഇനി ഞങ്ങളുടെ സ്ട്രീറ്റിൽ ഫുള്ളും ഷോപ്പുകളൊക്കെ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 200-250 രൂപയാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ, ഇതേപോലെ ഈ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പം ഇവിടെ ഇങ്ങനെ കുറേ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, കലാകാരന്മാരൊക്കെ അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് അവിടെ നമ്മുടെ മലയാളം സിനിമയില്ലേ പ്രേമലുവിലെ ആ ഹീറോയുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഓരോ ഷോപ്പിലേക്ക് ഇങ്ങനെ കയറി കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോ നല്ല ചീപ്പായിട്ടുള്ള റേറ്റിനൊക്കെ ഡ്രസ്സസൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഉണ്ട് കേട്ടോ. ഈ ഒരു റോഡിൽ ഫുള്ളും ഉള്ളത് വിമൻസ് വെയറാണ്. എല്ലാം ഗേൾസിനുള്ളത് മാത്രമേ ഉള്ളൂ, ബോയ്സിന് ഒരു സാധനമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വലിയ ഫുള്ളുണ്ട്. പിന്നെ നമുക്ക് കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഫിക്സഡ് റേറ്റ് എന്നൊക്കെ. പിന്നെ ബാർഗെയിൻ ചിലപ്പോൾ ചില കടകളിലൊക്കെ ബാർഗെയിൻ ചെയ്ത് അവർ കുറയ്ക്കും കേട്ടോ. ചിലർക്ക് അവർ പറയും അവരുടെ ഫിക്സഡ് റേറ്റാണ്, ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നൊന്ന് ഓൾറെഡി അവർ പറയും നേരത്തെ തന്നെ. അപ്പോൾ ഈ റോഡിന് നടുക്ക് തന്നെ ഇതൊരു ബസ്സായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ ഫുള്ളും ഒരുപാട് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഇതാണ് കേട്ടോ. നമ്മുടെ രാഷ്ട്രമായിട്ടുള്ള മെയിൻ സ്ട്രീറ്റ് ഫുഡൊക്കെ എല്ലാം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ കോൾഡ് കോഫി കഴിച്ചിട്ടോ. കോൾഡ് കോഫി ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവ് ഭാജി, വടപ്പാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ ഷോപ്പിംഗ് ഇങ്ങനെ നടന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗേൾസിന്
കമ്മല്, മാല, ചെരുപ്പ്, ഡ്രസ്സസ്, ജീൻസ്, ഷോർട്ട് കുർത്തീസ്. ഭയങ്കര റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, നല്ല കുറവ് റേറ്റാണ്. ഇപ്പം ഷോർട്ട് കുർത്തീസൊക്കെ ആണെങ്കിൽ 500 രൂപയ്ക്ക് 3 എണ്ണം അങ്ങനെയാട്ടോ അവർ കൊടുക്കുന്നതും. ഇപ്പോൾ കമ്മലുകളൊക്കെ ഭയങ്കര റേറ്റല്ല, എന്നാലും ഒരു കുഴപ്പമില്ലാത്തൊരു റേറ്റിനാട്ടോ എല്ലാം ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ടീഷർട്ട്സ്, എല്ലാം ഗേൾസ് ഐറ്റംസാണ് കേട്ടോ. ക്രോപ്പ് ടോപ്സ് അതൊക്കെ ഉണ്ട്. പിന്നെ ബാഗ്സ്, നല്ല നല്ല ബാഗുകളുണ്ട് കേട്ടോ. നമ്മളെ ഹാൻഡ് ബാഗ്, പിന്നെ സ്ലിംഗ് ബാഗ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ റേറ്റ് ചോദിച്ചില്ല ഇതിൻ്റെ ഒന്നും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് അല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുട്ടി ഇങ്ങനെ ഈ ചാർട്ടൊക്കെ കൊടുക്കുന്ന കടകളുണ്ട്. അപ്പം അങ്ങനെ ജ്യൂസിൻ്റെ കടകളുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് ഫ്ലവർ ഷോപ്പാണ്. നല്ല ഭംഗിയായിട്ട് അവരെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഷോപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബൊക്കേസൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുത്തതാട്ടോ, വീഡിയോസ് ഉണ്ടായിക്കാണ്. പിന്നെ നല്ല തിരക്കാട്ടോ ആ സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോളേജും കൂടെ ഉണ്ട്, പൂനെയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള കോളേജുണ്ട്. അപ്പം ഈ കോളേജിലെ കുട്ടികളെല്ലാവരും ഇങ്ങനെ വരും. അപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഈ മാലകളൊക്കെ ഭയങ്കര റേറ്റൊക്കെ നല്ല കുറവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 100 രൂപേനൊക്കെ അകത്തൊക്കെ കാണുള്ളൂ. പക്ഷെ പുറത്ത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും. ഒരു 200 രൂപ, 150 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലയിടത്തൊക്കെ 50 രൂപയ്ക്കൊക്കെ മാല കിട്ടും. നല്ല മാലകളാണ്. പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒരുപാട് കമ്മലും സ്ലൈഡും ക്ലിപ്പുകളും ഒരുപാട് സ്ഥലം. പിന്നെ സൺഗ്ലാസസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ല ഡ്രസ്സുള്ള ഡ്രസ്സസ് ആട്ടോ. ഇതൊക്കെ ഈ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഒരു 700, 857 തോന്നുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഈ ഒരു റേറ്റിനകത്ത് ഒരു നല്ല ഡ്രസ്സല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനും, നല്ല കളേഴ്സൊക്കെ ഉണ്ട്. ഇത് നല്ല ചീപ്പായിട്ടുള്ള ഡ്രസ്സുണ്ട്. ഇപ്പോൾ 300 രൂപയ്ക്ക്, 200 രൂപയ്ക്ക് അങ്ങനെ അതും കിട്ടും. നല്ല ചെറിയ ടോപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജീൻസിൻ്റെ നമുക്ക് ഇടാൻ പറ്റിയ ടോപ്സ് ഉണ്ട്. അപ്പം ഗേൾസ് നല്ലൊരു ഓപ്ഷനാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഷർട്ടൊക്കെ ഇല്ലേ, ഇത് 350, 300 രൂപ അതൊക്കെ ഉള്ളൂ കേട്ടോ. റേറ്റ് കുറവാണ്. പിന്നെ ചില കടകളിൽ മാറുമ്പോൾ അവരിങ്ങനെ കൂട്ടി റേറ്റ് പറയും. പക്ഷെ നമുക്ക് ചോദിക്കാം, ബാർഗെയിൻ ചെയ്യാം, അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് കടകളുണ്ട്, ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുട്ടി റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.